Oh, Mr. Iguraman, is it the famous local wine? No. This is not the local wine. This is the great Indian Scotch. Vattucharayam. ഇവന്മാർക്ക് ഇതൊന്നും മനസ്സിലാതെ വന്നിരിക്കല്ലേ അടിച്ച് പൂക്കുറ്റിയാൻ. Thank you. സായിപ്പേ, have you heard about Somarasam? Amrita. Amrit after Vedas? Yes. This is made from the great Somarasam Amrita. എന്നും 16 വയസ്സായ ഞങ്ങളുടെ ദേവി ദേവന്മാരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം ഈ സ്കോച്ചാണ് സായിപ്പേ. നല്ല തൊപ്പി. ഇവന്മാരുടെ ഓരോ സംശയം. Even our great god and goddesses used to drink this. Oh, that's great. This is really God's own country. Yes. തന്നെ God's own country. നീയൊക്കെ കൂടെ കുട്ടിച്ചോറാക്കിയ ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെടി. എന്റെ മകനാ, എന്നാലും പറയുക, അവൻ നേരെ ആയില്ല കുട്ടിയെ. പോത്ത് മുടക്കിയില്ലേ, ഊണൂല് പൊട്ടിച്ച് പുഴയിലെറിഞ്ഞില്ലേ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് രാമേട്ടന് വേണ്ടി. ഒക്കെ വെറുതെ. ബ്രാഹ്മണ്യം സിദ്ധിയാ. അതിന്റെ വൃത്തിയും ശുദ്ധിയും കളഞ്ഞു ഒളിച്ചാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. രാമേട്ടന്റെ സ്വഭാവം മാറും. ഇല്ല കുട്ടിയെ, ഓർക്കുമ്പോ സങ്കടമുണ്ട്. നീ പറഞ്ഞപ്പോ അവന് നിന്നെ പറഞ്ഞു വെച്ചതാ. പക്ഷെ അവൻ അതിനുള്ള യോഗം ഉണ്ടോന്ന് എനിക്ക് സംശയ. പറയാതെ എന്താ ചെയ്യുക? നോമ്പ് നോറ്റുണ്ടായതാ. പക്ഷെ ഇപ്പൊ തോന്നുന്നു കുലം മുടിക്കാനാണ് അവൻ കുരുത്തതെന്ന്. രാമേട്ടനെ ശപിക്കരുത്. ശാപമല്ല, വേദനയുണ്ട്. ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ. Okay, Iguraman, we'll see tomorrow. How was the drink? Oh, it was good. നാളെ ഇന്ത്യൻ കൾച്ചർ കാച്ചി കുറുകെല്ലാം വായിൽ വെച്ചരാ. ഓക്കെ, May I have the hat? This is for me. Oh, okay. ഒരു സൈഡിൽ കൂടെ ഒതുങ്ങി വീട്ടിൽ പോയി. Bye. Okay, അമ്മജി. Bye. കണ്ണിന്റെ കൃഷ്ണമണി, എല്ലാവർക്കും പ്രിയങ്കരനായ നേതാവ് വേമ്പനാടൻ 10,000ങ്ങളുടെ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരും. ഇപ്പൊ കാണുന്നേ കണ്ടോ, കണ്ണിലെ കൃഷ്ണമണിയാ. ജയിച്ചാ പിന്നെ കാണാൻ കിട്ടൂല. എന്താ ഇത്ര ധൃതി? നാടിന്റെ പൊന്നോമന പുത്ര, ഞാനും ഈ രാജ്യത്തെ സമ്മതിദാന അവകാശമുള്ള ഒരു പൗരനല്ലേ. പക്ഷെ എന്റെ വോട്ട് ആർക്കും കൊടുക്കൂല. വിലയില്ലാത്തവന്മാർ വോട്ടിനും വില വേണ്ട. എന്റെ വീട്ടിലെ തുരുമ്പൊടിച്ച പെട്ടിയില് ഒരു ചെതലടിച്ച കടലാസ് കിടപ്പുണ്ട്. MA പൊളിറ്റിക്സ് ഫസ്റ്റ് ക്ലാസ്. ഐ ബിലീവ് ഇൻ മൈ റെവല്യൂഷൻ. ഈ നാട് നന്നാക്കാനുള്ള വിപ്ലവം. അതൊന്നും ഇവന് പറഞ്ഞാ മനസ്സിലാവില്ല. നാട് മുടിക്കുന്ന നിന്നെയൊക്കെ പബ്ലിക്കായി തുണി അഴിച്ചിട്ട് തെരണ്ടിവാൽ കൊണ്ടടിച്ച് ചാണക വെള്ളം തളിക്കുന്ന വിപ്ലവം, രഘുരാമന്റെ വിപ്ലവം. അതിനുള്ള തെരഞ്ഞെടുപ്പ് ഞാൻ സ്ഥാനാർത്ഥിയാവും. ഞാനും കൃഷ്ണനുണ്ണിയാകും. കണ്ണിന്റെ ലുണ്ണി, കണ്ണിലെ കൃഷ്ണമണിയാവണം. പോളാ. മടുത്തു. കോവിലിലും കുളക്കടവിലും വരെ രഘുരാമന്റെ ആഭാസ രാമായണം നാട്ടുകാര് കെട്ടഴിച്ച് വായിക്കുക. പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായിരിക്കണു. ഞാൻ എന്താ ചെയ്യാ? ഒന്നും ചെയ്യണ്ട. ഈ അശ്രീകരൻ കുലം മുടിക്കും ഭാനു. എനിക്ക് ഇവനെ ശപിച്ച് ശരിയാക്കാനുള്ള കോപം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. പിന്നെ എന്തിനാ മടിക്കണേ? ശപിച്ചോളൂ. കുലം മുടിക്കാൻ പറഞ്ഞ തണ്ടിയല്ലേ. ഒരിക്കലും മോശം കിട്ടാതിരിക്കാൻ. അച്ഛനോട് ഇങ്ങനെയൊക്കെ പറയാ? പിന്നെ എങ്ങനെ പറയണം? ചൊല്ലാൻ ഞാൻ മന്ത്രങ്ങളൊന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് നാവിന് അരം വെച്ച് പോയി. അത് ആരുടെ കുറ്റം? ഇല്ലത്ത് പറഞ്ഞതുകൊണ്ടായില്ല. ബ്രാഹ്മണനായി ജീവിക്കണം. ഒരു ദിവസം എങ്കിലേ പുണ്യം കിട്ടും. പുണ്യം 3 നേരം ഭഗവാനെ കഴുകി തുടച്ചിട്ട് അച്ഛൻ എന്ത് പുണ്യം കിട്ടിയ? അഴുക്ക് പിടിച്ച് തിടം വെച്ച വെറും ഒരു പൂണൂൽ ചരടും അരവയറിന് തികയാത്ത ഉണക്കലയുടെ പടച്ചോറും അല്ലേ ഇത്രയും കാലത്ത് മിച്ചം. രഘുരാമ, അഗ്നിമേള പുരോഹിതത്തിൽ ഞാൻ എന്നെ തളച്ചിട്ടില്ല. അതുകൊണ്ട് നാട് കാണാൻ വരുന്ന വിദേശികളോട് എടുത്താൽ പൊങ്ങാത്ത നമ്മുടെ സംസ്കാരത്തിന്റെ മഹത്വത്തെ കുറിച്ച് പൊട്ടൻ ഇംഗ്ലീഷ് അടിച്ച് ഞാൻ എന്റെ വഴി നോക്കുന്നു. അത് ബ്രാഹ്മണ്യത്തിന്റെ വഴിയല്ല. ബ്രാഹ്മണ്യം കടിച്ചാ പൊട്ടാത്ത ആ വാക്ക് പറഞ്ഞ് തലമുറകളെ നമ്മൾ കബളിപ്പിച്ചില്ലേ? അതിന്റെ ഫലമാണ് ഈ കാണുന്നത്. ഇതുപോലെ ഒന്നല്ല 1000 ഉണ്ട് നമ്മുടെ ഇല്ലങ്ങളിൽ. എനിക്ക് ബ്രാഹ്മണനാകണ്ട, എനിക്ക് മനുഷ്യനായ മതി. നന്നാവില്ല ഭാനു, അവൻ നന്നാവില്ല. അങ്ങനെ പറയരുത്, അവൻ മാറും. അബ്ദുള്ള സാഹിബ് എടുത്ത് മാറ്റടാ. ഇവിടെ വാ. 1 minute. 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 1
ഇങ്ങോട്ട് വരാൻ. സാഹിബ് ഞാൻ ചുമ്മാ വേണ്ട, ഒളിക്കണ്ട, എല്ലാം ഞാൻ കണ്ടു. ഞാൻ ചുമ്മാ അവിടെ ഇരിക്കായിരുന്നു. വിശദീകരണം ഒന്നും വേണ്ട. ആറാം പറപ്പ് എന്താ എന്റെ പാവം? ഇയാരാ? ടിപ്പു സുൽത്താനാ? ഞാൻ സുൽത്താനൊന്നുമല്ല. കളിയാക്കല്ലേ? കള്ളവാറ്റ് നടത്തി കണ്ട മതാമണി സാഹിബിനും തോളെ കൈ നടക്കുന്ന അത്ര വലിയ മാന്യതയൊന്നുമല്ല. എടാ, ഒന്നുമില്ലേലും ഈ ഒരു ബ്രാഹ്മണല്ലേടാ. സാഹിബ് ഇപ്പൊ വന്ന് എന്റെ ജാതി ഓർമ്മിപ്പിക്കാനാ? എടാ മോനെ, ആ ശാസ്ത്രികൾ എന്തുമാത്രം വേദനയ്ക്കുണ്ടോ നിനക്കറിയോ? രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ വലിയ വേദന ഒന്നും കണ്ടില്ല, ചുമ്മാ ഇരിക്കുന്ന കണ്ട. ഓ, അല്ലെങ്കിൽ നിനക്കല്ല തമാശയാണല്ലോ. നീ ആ വേമ്പനാണ്ട് മെക്കെട്ട് അയാളൊരു നാറിയാന്നേ. നീ എന്തിനാ അയാളെ മണപ്പിക്കാൻ പോന്നേ? ഇതൊന്നും കുടുംബത്തിൽ പറഞ്ഞവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല മോനെ. ഈ മരിച്ചുപോയ എന്റെ മോൻ മെഹറിന്റെ കൂട്ടുകാരൻ മാത്രമല്ല, ഓൻ പോയ അന്ന് മുതൽ എന്റെ മൂത്ത മോനാ. എടാ, ഈ ഇങ്ങനെ നാണവും മാനവും ഇല്ലാതെ തെണ്ടി നടക്കുന്ന ബാപ്പയ്ക്ക് സങ്കടമാണ്. ആ ശാസ്ത്രികൾ ഒരുപാട് തീ തിന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ ആ സീതാലക്ഷ്മിയുടെ കാര്യത്തിൽ ഒരു മിന്നു കെട്ടണം. എല്ലാത്തിനും ഒരു മാറ്റം വരും. കെട്ടാൻ പാപ്പ അവർക്ക് അങ്ങനെ വഴിക്ക് വാടാ. നീ ഇത് വെച്ച് താമസിപ്പിക്കേണ്ട മാഷേ. നാളെ നോക്കി അങ്ങ് നടത്തണം. ശാസ്ത്രീയക്കും അതാ ആഗ്രഹം. കൊച്ചിലെ പറഞ്ഞ് ഉറപ്പിച്ചല്ലേ? എനിക്കും ആഗ്രഹമില്ലായിട്ടാണോ? പക്ഷേ ഇപ്പോഴവന്റെ പോക്ക് കാണുമ്പോൾ എന്റെ മോൾക്ക് കണ്ണീര് തോറുന്നൊരു ജീവിതം ഉണ്ടാവില്ല എന്നൊരു തോന്നല്. ആ ഒന്നും അല്ല, അവനെ നേരെയാക്കാൻ അവൾക്ക് കഴിയും. ഇനി നിങ്ങളൊന്നും നോക്കണ്ട, നമുക്ക് ഉറപ്പിക്കാം. ആ വന്നല്ലോ. നീ ഇങ്ങനെ കളിച്ചിരിച്ച് നടക്കാനൊന്നും പറ്റൂല കേട്ടോ. അതിന്റെ പാപ്പ അന്നെ പിടിച്ചൊരു വീടിനേക്കാൻ പോവണേ. ആരാ പാപ്പ? സീതക്കുട്ടിയുടെ പുതിയപ്പള രഘുവേട്ടനാ? പിന്നെ അല്ലാണ്ടാര്? വേഗമാട്ടെ, പുറത്ത് കുട്ടികൾ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായിരുന്നോ? മോളെ, ഇവനെ ശ്രദ്ധിച്ചോണേ. പാടത്തോടെ പോകുമ്പോ വെള്ളത്തിൽ കളിക്കാൻ നിൽക്കണ്ട. ഉമ്മുമ്മ ഇവൻ ഇന്നലെ താമരക്കുളത്തിൽ നിന്ന് മൊട്ട് പറിച്ചു. നമുക്ക് എന്റെ ബാപ്പ പേർഷ്യം വരുമ്പോ പറഞ്ഞിട്ട് എന്റെ മേക്കെ കയറാൻ വന്നാലുണ്ടല്ലേ. ആ ഇനി സ്കൂളിൽ പോകുമ്പോ വെള്ളത്തിൽ ഇറങ്ങിയെന്ന് അറിയാമെങ്കിൽ എന്റെ മൂക്ക് ഞാൻ ചെത്തും. ഇത് കണ്ട, ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഈ കിന്നരു തൊപ്പി വെച്ച് നോക്കട്ടെ. ആ ഹായ്. ഇപ്പൊ ഉപ്പൂപ്പാന്റെ പുന്നാരമോനെ കണ്ടാല് ഒരു സുൽത്താന്റെ ശേല് അല്ലേ? മൊറ. ആ മോളു. നല്ല പൂവ്. ഹസ്ബൻഡ് ഒന്ന് വേഗം വരുന്നുണ്ട്. നീ ബെല്ലടിക്കാറേ. ഞാൻ ഉപ്പാപ്പയോട് പറഞ്ഞു കൊടുക്കും, നോക്കിക്കോ. ഞാൻ പോവാ, നീ ഉണ്ണിയോട് കളിച്ചോണ്ടിരുന്നോ. ഞാനും വരുന്നു. വാ. എന്തൊരു മിനുക്കാ നിന്റെ ടോപ്പിക്ക്. പുതിയതാ? ആ, എന്റെ ഉപ്പ തന്നതാ. എന്നാ നീ വേണേ വെച്ചോ. സ്കൂളിൽ